Hello everyone, welcome to GHC Growth Talks. Today with us Mr. Nisar Hassan, the founder and CEO of Burgery Hospitality Ventures Private Limited. Welcome Nisar, welcome to GHC Growth Talks. ശരിക്കും നിസാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നിസാർ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റിന് ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് പറയാം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയും, ഞാൻ കംപ്ലീറ്റ് എന്ന് പറയാൻ ഒരാളല്ല. ഞാൻ CPT ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ CA എന്ന് പറയാനായിട്ടില്ല. ഫസ്റ്റ് ഞാൻ പഠിച്ചത് BCom ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് പഠിച്ചത്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. എൻ്റയർലി വേറെ ഫീൽഡായിരുന്നു. നാട്ടിലെത്തി വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തത്. എന്ത് റെസ്റ്റോറൻറ്റ് പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് അത് ഗ്രാജുവലി എനിക്ക് മനസ്സിലായ കാര്യം, ലൈക്ക് ബർഗറിന് ഒരു സ്പേസ് കേരളത്തിലുണ്ട്. ആകെ ലിമിറ്റഡ് നമ്പർ ഓഫ് ബ്രാൻഡ്സ് മാത്രമാണ് ഒതൻറ്റിക് ബർഗേഴ്സ് ചെയ്യുന്നത്. ഞാൻ നോട്ട് ചെയ്യുന്നത് ഒതൻറ്റിക് ബർഗേഴ്സ്. കുറേ ബർഗർ ജോയിൻറ്റ്സ് ഉണ്ട്, പ്രോപ്പർ ഹാംബർഗർ റെസ്റ്റോറൻറ്റ് എന്ന സംഭവം ഇന്ത്യയിലില്ല. സോ എനിക്ക് തോന്നി ബർഗറിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് എപ്പോഴും കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നുള്ള മനസ്സിലായി. സോ അങ്ങനെയാണ് ഞാൻ ബർഗർ ചൂസ് ചെയ്യുന്നത്. ശരിക്കും നമ്മളെപ്പോഴും പറയും, എപ്പോഴും സ്റ്റാർട്ട് സ്മോൾ സ്ലോലി എന്നൊക്കെ പറയും. കാരണം ഇനീഷ്യലി ഈ പറയുന്ന ഒരുപാട് ബർഗേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതിന് ഡിഫറൻസ് അറിയില്ല. കാരണം നോർമലി ആയിട്ടുള്ള റെഡിമെയ്ഡ് പാറ്റീസ് അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചെറിയ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു ഒഫീഷ്യലായിട്ടൊരു സ്റ്റോറിലേക്ക് മൂവ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ജേർണി? ആക്ച്വലി ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ടെൻഷൻ എന്ന് പറയുമ്പോൾ, ആൾക്കാർക്കും ഈ ലൈക്ക് സോൾട്ട് പെപ്പർ മാത്രമായിട്ട് ബീഫ് കഴിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓൾറെഡി എല്ലാവരും യൂസ്ഡ് ആയിട്ടുള്ളത് കൈൻഡ് ഓഫ് നമ്മുടെ കട്ട്ലേറ്റ് ബർഗേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റും. ഇവിടെ ചെയ്യുന്ന ഒബ്വിയസ്ലി കൊച്ചിയിലുണ്ട്, പക്ഷെ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. അത് ഒന്നോ രണ്ടോ. അപ്പോൾ നമുക്കതുപോലെ ചെയ്യണം. ആൾക്കാർക്ക് എത്തും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്, എൻ്റെ ഫ്രണ്ട് സർക്കിൾ എനിക്കെല്ലാം കൊണ്ട് ഹെൽപ്പ് ചെയ്തു. ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, എനിക്കത് കൺവേ ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ലക്കായിട്ട് എനിക്ക് തോന്നുന്നു, അത് അങ്ങനെ കൺവേ ആയെന്നുള്ളത് ബർഗേഴ്സിനെ പറ്റി. കാരണം കൊടുങ്ങല്ലൂർ പോലത്തെ ഒരു മാർക്കറ്റിൽ ബർഗർ അത്ര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇനീഷ്യലി കസ്റ്റമർ അക്വിസിഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ഈ ക്വാളിറ്റി ബർഗേഴ്സ് നമ്മുടെ ഒരു മീൽ തന്നെയാണ്, ഹെൽത്തി ഓപ്ഷനാണ് എന്ന് നമുക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ ആൾക്കാരെ അക്യൂർ ചെയ്യാനും നമ്മളെപ്പോഴും പറയും കസ്റ്റമർ അക്വിസിഷൻ. ആ ഒരു പ്രൊസീജിയറും ഒരു ബ്രാൻഡ് അവയർനെസ്സും എങ്ങനെയായിരുന്നു ഇനീഷ്യലി നടത്തിയിരുന്നത്? കൊറോണ സമയത്ത് എല്ലാവരും ഇരുന്ന് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത സമയമാണ്. അവിടെ നിന്നാണ് മിക്ക ആൾക്കാരും തലവര മാറിയിട്ടുള്ളത്. സോ അന്നേരം ഞാനത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. ഞാൻ 2 ബർഗേഴ്സിന് പോയി അതായത് ഹാംബർഗർ എന്താണ്, ബർഗർ എന്താണ് ഡിഫറൻസിയേഷൻ നല്ല രീതിയിൽ നടത്തി. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. സോ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയതിൻ്റെ പേര് എനിക്ക് കുടുംബത്തിൽ പോലത്തെ ഒരു സെമി അർബൻ ഏരിയയിൽ എനിക്ക് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നോ, അതോ ഇനീഷ്യൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നോ, എങ്ങനെയായിരുന്നു? എനിക്ക് ഇനീഷ്യൽ ഡേയ്സിൽ എനിക്ക് ഭയങ്കര ബിസിനസ് ആയിരുന്നു. എനിക്കറിയില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണ ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു എന്നെ സംബന്ധിച്ചോളം. കാരണം ആൾക്കാരെല്ലാവരും വീട്ടിലിരിക്കുന്നു, അപ്പോൾ വീട്ടിലേക്ക് ഡെലിവറി നടത്താൻ പറ്റുന്നു, അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. സോ അന്നേരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഡിഫറൻസ് മനസ്സിലായി. ലൈക്ക് നോർമൽ ബർഗറും പ്രോപ്പർ ബർഗറും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇനീഷ്യലി സിംഗിൾ കോ ഫൗണ്ടർ ആയിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? ഞാനാണ് റെസ്റ്റോറൻറ്റ് ഫൗണ്ടർ. ആക്ച്വലി 2020 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് എൻറ്റിറ്റി മോഡലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? അത് പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്നു ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി റെസ്റ്റോറൻറ്റ് ശരിക്കും നമുക്ക് എല്ലാവരും പറയും ഒറ്റയ്ക്ക് ചെയ്യാന്നൊക്കെ പറയുമെങ്കിൽ നമുക്ക് കുറച്ച് സപ്പോർട്ട് ഉള്ളത് എന്നെ സംബന്ധിച്ച് എപ്പോഴും നല്ലതായിരിക്കും. അത് നമുക്ക് പല ലൈക്ക് നമുക്ക് താഴ്ച ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് നമുക്കപ്പോൾ നമ്മൾ കൈ പിടിച്ച് പൊക്കാനും നമ്മൾ കൂടെ ഓടാനും മറ്റൊരാളുള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ രാഹുൽ എനിക്ക് ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ 2020 ആ സമയത്താണ് 22 ആ സമയത്താണ് രാഹുലിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ എല്ലാ കാര്യം രാഹുലിനെ അറിയാം. ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും ഉള്ള ഒരാളാണ്. ഞാൻ രാഹുലിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ രാഹുലിനെ ഞാൻ ചോദിച്ചു. അവനത് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ പുള്ളിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് 2022 ഞങ്ങൾ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആയിട്ട്, അതായത് ക്ലൗഡ് കിച്ചനായിരുന്നു ആദ്യം, ഔട്ട്ലെറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊടുക്കല്ലോ. അതിനെ പാർട്ണർഷിപ്പാക്കി മാറ്റി. ഓക്കെ. ശരിക്കും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബിസിനസ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ക്ലാരിറ്റി, നമ്മൾ ടെക്നിക്കലി പറയാം ഒരു ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റോൾസ്, റെസ്പോൺസിബിലിറ്റി, ക്ലാരിറ്റി, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നു? എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്. നമുക്ക് എല്ലാവരും പറഞ്ഞു അത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ. പക്ഷെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആരായിട്ട് എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മളത് എഴുതി വെക്കാം. കാരണം നമുക്ക് ആരുടെ സ്വഭാവം എപ്പോഴും ആണെന്ന് പറയാൻ പറ്റും. സോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, പറയാനുള്ള കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞാൽ ഒരു പ്രശ്നം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. സോ ഞങ്ങൾ തമ്മിൽ എഗ്രിമെൻ്റ്, എല്ലാ കാര്യം എഗ്രിമെൻറ്റഡ് ആയിരുന്നു, എഴുതി വെച്ചിരുന്നു. എൻ്റെ റോൾ എന്താണ്, ആളുടെ റോൾ എന്ത്, ഞാൻ ഫൗണ്ടറാണ്, പുള്ളി പാർട്ട്ണറാണ്, പുള്ളി എന്തൊക്കെ ജോലി ചെയ്യണം, ഞാൻ എന്തൊക്കെ ജോലി ചെയ്യണം,
എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചു, അത് തന്നെ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ്. സോ ഫ്രണ്ട്സായി ബിസിനസ് ചിലർ ചോദിക്കാറുണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആ ബന്ധത്തിനൊരു ബുദ്ധിമുട്ടും പറ്റാതെ എല്ലാം ഡോക്യുമെൻ്റായിട്ട് വെച്ച് പറയാനുള്ളത് പറഞ്ഞ് ആൾ ഓക്കെ ആണെങ്കിൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാം. അല്ലാതെ പിന്നീട് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. കറക്റ്റ്. നമ്മൾ ടെക്നിക്കലി പറയാം, നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത എക്സിറ്റാണ്. കാരണം സ്റ്റാർട്ടിങ് ഫേസിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും അല്ലേ. ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ ആളുകളുടെ ക്യാരക്ടർ മാറും, നമ്മുടെ ആയാലും മാറും. അപ്പോൾ നമ്മുടെ ആ ഒരു സൗഹൃദം പോവാതെ ശരിക്കും നമ്മളൊരു എഗ്രിമെൻറ്റോ കമ്പനിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്യില്ല, ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും ഈ ഒരു ക്ലാരിറ്റിയും കൂടി കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ടൈപ്പ് ടേക്കിംഗ് ആണ് ചെയ്തു വെച്ചാൽ നാളെ കുറേ കൂടി നമുക്കെല്ലാവർക്കും ഒരു വിസിബിലിറ്റി അതിലുണ്ട്. പല ഓണ്ടർപ്രണേഴ്സും ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. ശരിക്കും ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടറായിട്ട് വന്നു, പിന്നീട് പാർട്ട്ണറായിട്ട് വന്നു, ഇൻവെസ്റ്ററായിട്ട് വരുന്നു. കാരണം നമ്മുടെ മൾട്ടിപ്പിൾ എക്സ്പെർട്ടൈസ് ആണ് നമ്മുടെ ബിസിനസ് സ്കെയിലബിലിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഏരിയ നിസാർ ചെയ്യുന്നു, മറ്റൊരു ഏരിയ രാഹുൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മൾട്ടിപ്പിൾ സ്കില്ല് എങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മ്യൂച്വലി അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നത്? ഈ ബിസിനസ് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലാകെ എനിക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് റെസിപ്പി, ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതെങ്ങനെ സെല്ല് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എന്നെ അറിയാവുന്ന രീതി ഞാൻ വെച്ചിട്ട് പറയുമ്പോൾ എനിക്കറിയാവുന്നൊരു ഭാഗം എന്ന് പറയുന്നത് മേക്കിംഗ് ഫുഡ്, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം. എനിക്ക് നല്ലോണം സംസാരിക്കാൻ അറിയാമെന്ന് എനിക്ക് നല്ലോണം അറിയാം. എനിക്ക് പറ്റാത്തൊരു കാര്യം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ, ഒരാളെ മേലെ കമാൻഡ് ചെയ്യാൻ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ആ കൺട്രോളും കമാൻഡും ഇല്ലാതെ നമുക്കൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇത്രയും ഒരു വർക്ക് ഫോഴ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹിത്യം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കില്ല. സോ അതിനു വേണ്ടി ഞാൻ രാഹുലാണ് ആക്ച്വലി ലൈക്ക് ബാക്കിയുള്ള ഇവരെ കൺട്രോൾ ചെയ്യണതും കമാൻഡ് ചെയ്യണതും ഓപ്പറേഷൻസിൻ്റെ ഒരു ലൈക്ക് മീൻസ് സ്റ്റാഫിനെ മാനേജ് തന്നെ രാഹുൽ ചെയ്തിരുന്നത്. ഒരു സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു CEO ആൻഡ് CMO റോൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, ഒരു COO കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ഫുള്ളി ഹെഡ് ചെയ്യുന്നു. ഈ റോള് ഫിക്സ് ചെയ്ത സമയത്ത് ആക്ച്വലി എനിക്കറിയാവുന്ന കാര്യം എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം, റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം, ഓർ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം. പക്ഷെ എനിക്കില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞത് ഒരാളെ മേലെ കമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇപ്പം എനിക്ക് ഇപ്പോൾ ഇവിടെ SOPs ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളെടുത്ത് എന്നെ വർക്ക് ചെയ്യണം, ഇന്ന സ്ഥലത്ത് വരണം, അപ്പോൾ എനിക്കത് ഒരാളെടുത്ത് പറയാൻ പറ്റില്ല. എനിക്കത് എൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് കാണും. അത് ഒരു എൻ്റർപ്രണർ പാടില്ലാത്തൊരു കാര്യമാണ്. അത് രാഹുലിന് എനിക്കിത് ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ ഒരു എത്ര വർക്ക് ചെയ്ത് എനിക്ക് പറ്റാത്തൊരു കാര്യം അതാണ്. അതായത് രാഹുലിനെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു പാർട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു പോരായ്മ രാഹുൽ അത് ഫില്ല് ചെയ്തു. നിസാർ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്കില്ലുള്ള കോഫൗണ്ടേഴ്സാണ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സാണ് അല്ലേ. ശരിക്കും നമുക്കില്ലാത്ത സ്കിൽ അദ്ദേഹത്തിന് വേണം, അദ്ദേഹത്തിനില്ലാത്ത സ്കിൽ നമുക്ക് വേണം. ഇതെങ്ങനെ ഒരുമിച്ച് ലൈസൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ബേസിലാണ് എല്ലാത്തിൻ്റെയും ഗ്രോത്ത് നമുക്ക് ഇരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പതുക്കെ മൂവ് ചെയ്യാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ KFCനെ പറ്റി നമ്മൾ അറിയാം, മാക്ഡൊണാൾഡ്സ് അറിയാം. എപ്പോഴും SOPs, അതായത് നമുക്ക് എവിടെ കഴിച്ചാലും ഒരേ ടേസ്റ്റ് വേണം. പണ്ട് ഞാൻ പാരഗണിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സുമേഷ് സാർ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പല സ്ഥലത്ത് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ടേസ്റ്റ് മാറാനുള്ള കാരണം അത് യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെയാണ് അല്ല, വെള്ളം ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുപോലെ എങ്ങനെയാണ് നിങ്ങൾ റെസിപ്പീസ് കീപ്പ് ചെയ്യുന്നത്, ആ SOPs എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ശരിക്കും ഈ SOPസിനെ പറ്റി പറയേണ്ടത്, ശരിക്കും ഈ ബിസിനസ്സിനകത്ത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്ന SOP ആണ്. ഈ SOP വരാൻ ഒരു ഓവർനൈറ്റോട് ഒരിക്കലും പറ്റില്ല. സ്റ്റിൽ ഞങ്ങൾ 5ാമത്തെ വർഷം റണ്ണിങ് ആണ് ഈ ബിസിനസ്സിനകത്ത്. ഇപ്പോഴും ഒരു SOPs ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ട് നമുക്കൊരു SOP ക്രിയേറ്റ് ആവുന്നത് തന്നെ. സോ SOPs ഇല്ലാതെ ഒരു സാധനം വർക്കൗട്ടിൽ പോസിബിൾ അല്ല. ഇപ്പോൾ മനു പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ടേസ്റ്റ്. എല്ലാ ഔട്ട്ലെറ്റും ടേസ്റ്റ് ഒരുപോലെ കൊണ്ടുവരിക എന്നുള്ളത്. ഇതിനെ ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷൻ സെൻട്രൽ കിച്ചൺ ആക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നിന്നാണ് എല്ലാം പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇതിന് ഏറ്റവും വലിയ ഫാക്ടർ, ഒരു ഫുഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഇൻഗ്രീഡിയൻസ് സോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് ഞാൻ മനസ്സിലാക്കിയത് പ്രൊക്യൂർമെൻ്റ് ആണ്. അതായത് ഈ ഒരു സാധനം പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതും ഒരു ലൈക്ക് ഒരു സർട്ടൻ ക്വാളിറ്റി കിട്ടുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതിനകത്ത്. സോ നമ്മുടെ വെൻഡേഴ്സിനും ഒരു ബിഗ് പാർട്ട് ഉണ്ട് അതിനകത്ത്. നമ്മൾ അവരെ കൊണ്ടുനടക്കുന്ന സംഭവം, നമ്മൾ അവരായിട്ട് ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അവരായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് അതിനകത്ത് വലിയ ഫാക്ടറാണ്. അവർ വിചാരിച്ചാലും മതി നമുക്കൊരു ദിവസം പ്രശ്നം വരാം. കാരണം എല്ലാ ദിവസവും നമുക്ക് വന്നിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെനിക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു. ഇന്ന മീറ്റിന് ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇന്ന വെജിറ്റബിൾസ് ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇന്ന ഉപയോഗിക്കുന്ന ഫ്ലോറിന് ഇത്ര ക്വാളിറ്റി ഉണ്ട്, സോൾട്ട് എന്തോ, ഉപ്പ് വരെ നമുക്ക് ഡിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് പല കാര്യത്തിൽ.
സോ അത് ഗ്രാജുവലി ഓരോ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഓണേഴ്സും മനസ്സിലാക്കി എടുക്കേണ്ട ഒരു പാർട്ടാണ്. പക്ഷെ അതില്ലാതെ ഒരിക്കലും ഒരു ബിസിനസ്സും വർക്കൗട്ട് ആവില്ല എന്നുള്ള സത്യം 100%. അപ്പോൾ നമ്മളൊരു SOP ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏത് ഷെഫ് മാറി വന്നാലും നമുക്ക് ആ സിസ്റ്റം വരണം. അൾട്ടിമേറ്റ്ലി ഇതിനോട് കൂടെ ചേർന്ന ഒരു പോയിന്റ് കൂടി ഞാൻ പറയുകയാണ് വേസ്റ്റേജ്. ആ വേസ്റ്റേജ് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പോൾ റവന്യൂ ഫിക്സ് ചെയ്താലേ നമുക്ക് ഫുഡ് കോസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വേസ്റ്റേജ് എല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 months റെസ്റ്റോറൻറ്റ് റൺ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഏതൊക്കെ ദിവസങ്ങളിൽ എത്ര ബിസിനസ് വരും, ഈ മന്തുകളിൽ ഏതൊക്കെ ദിവസം ബിസിനസ് ഉണ്ടാവും, ഏതൊക്കെ അവറിൽ ബിസിനസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് വേസ്റ്റേജ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റണം. അത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ റെസ്റ്റോറൻറ്റിന് ഏറ്റവും വലിയ വിജയം. സോ അത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ വേസ്റ്റേജ് വന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ. സോ അത് ഒരു വലിയ ഫാക്ടറാണ്, ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരിക്കലും നമുക്കൊരു day 1 തുടങ്ങി മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് 6 months റൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത്ര ദിവസങ്ങളിൽ, അതായത് 6 months പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ചെറിയ ചെറിയ സീസൺസ് നമുക്ക് കവർ ചെയ്ത് പോവാം. 1 year ആവണ്ട. അപ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മുടെ ഏരിയ വൈസ് നമുക്ക് ഇത്ര ബിസിനസ് എങ്ങനെയൊക്കെ വരാന്നുള്ളത്. ഇതിനോട് ചേർന്ന് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റിംഗ്, പ്രൈസിങ്, അതിൻ്റെ മാർജിൻസ്, കാരണം പല പ്രൊഡക്ട്സും പല മാർജിനാണ്. ചിലത് ഹൈ മാർജിൻ, ലോ വോളിയം, അങ്ങനെ നമ്മൾ ചെയ്യുന്ന മോഡൽസ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി എന്ത് ഹോംവർക്കാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ചില പ്രൊഡക്റ്റിന് മാർജിൻ കുറവാണ്. കാരണം നമുക്ക് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ചില വലിയ വലിയ ആൾക്കാർ പറയും ഇത്ര ഫുഡ് കോസ്റ്റ്, ഇത്ര ശതമാനം നമുക്ക് നമ്മളുടെ ഓവർഹെഡ്സ് വന്ന് ഇത്ര ശതമാനം നമുക്ക് NP എടുക്കാൻ പറ്റുമെന്ന് പറയും. അതെ. പക്ഷേ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നിൽക്കുന്ന മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസ്, അതായത് ഇവിടെ എത്ര പർച്ചേസിങ്, എത്ര രൂപയ്ക്ക് ആൾക്കാർക്ക് മേടിച്ച് തിന്നാൻ പറ്റും. സോ അത് വലിയൊരു ഫാക്ടറാണ്. സോ നമ്മൾ പ്രോപ്പർ പ്രിസൈസ്ലി കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഫുഡ് കോസ്റ്റ് ഇട്ട് അതിന് മാർജിനിട്ട് എല്ലാത്തിനും പോകാമെന്ന് പറഞ്ഞാൽ അത് വലിയ പൈസയിലേക്ക് പോകും. ആൾക്കാർ മേടിക്കില്ല. നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് വേസ്റ്റേജും വരാം. സോ അത് നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്ത് മാർക്കറ്റിലെ പർച്ചേസിംഗ് പവർ അനുസരിച്ച് വേണം, അതിനനുസരിച്ച് നമ്മൾ ഫുഡ് കോസ്റ്റ് സെറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ബാക്കി അതിന് പ്രൈസ് ചെയ്യാനും. ശരിക്കും ഒരു ഏറ്റവും കൂടുതൽ എഫേർട്ടുള്ളൊരു ബിസിനസ്സാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ്. അതുപോലെ മാർജിൻ കുറവുള്ളതാണെന്നൊരു ഡിസ്കഷനുണ്ട്. നോർമൽ ഐഡിയലി സ്റ്റഡീസ് പറയുന്നത് ഒരു അപ് ടു 20% വരെ NP കിട്ടാൻ പറ്റിയാൽ ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ് ആണ്. മിനിമലിസ്റ്റിക് ആയിട്ട് 5 to 10% ആണ് നോർമലി എല്ലാവർക്കും കിട്ടുന്നത്. അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനെ കൃത്യമായി ഫ്ലെക്സിബിൾ ആയിട്ട് സ്ട്രാറ്റജീസ് ബിൽഡപ്പ് ചെയ്യാം, ഇതാണ് ഒരു രീതി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് എന്താണ് ഈ പറയുന്നത് നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഓൺ റെസ്റ്റോറൻറ്റ് ഫുഡ് ബിസിനസ്? ശരിക്കും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫെയിലിയർ റേറ്റ്സ് ഉള്ള ഒരു ബിസിനസ് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഞാൻ ചൂസ് ചെയ്തപ്പോൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തത്. മിക്ക റെസ്റ്റോറൻറ്റിനും പറ്റുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വാരി വലിച്ച് മെനുവോട് പുറത്തുനിന്നൊരു ഷെഫിനെ തന്നെ വയ്ക്കും. ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്ക് അത്ര ഓവർ റേറ്റ്സ് ഇല്ല. ഫസ്റ്റ് തിങ്, നമുക്ക് ഈ പറഞ്ഞ പോലെ 20 വരെ ഈസിലി അച്ചീവബിൾ ആണ് എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ പറ്റുന്നത്. അത് എൻ്റെ ബിസിനസ്സിലായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കത് ഒരു വേറെ റെസ്റ്റോറൻറ്റ് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാനിപ്പോൾ ഇത്ര കാരണം എൻ്റെ ഇത്ര എക്സ്പീരിയൻസ് പറയുമ്പോൾ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ റെസ്റ്റോറൻറ്റിൽ എനിക്ക് ആദ്യത്തെ ഒരു വർഷം എനിക്ക് പറ്റിയില്ല, രണ്ടാമത്തെ വർഷം എനിക്ക് പറ്റിയില്ല, മൂന്നാമത്തെ വർഷം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്താണ് നെറ്റ് പ്രോഫിറ്റ്, എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് മനസ്സിലായത് ആ കാലഘട്ടത്തിലാണ്. കാരണം ഇത്ര കച്ചവടം ഉണ്ടായിട്ട് കാശ് വരുന്നില്ല, അത് എവിടെയാണ് എൻ്റെ റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കി എടുത്തപ്പോഴാണ്. റൂട്ട് കോസ് ഒന്നുമല്ല, സിമ്പിൾ നമ്മുടെ ഓവർ മെനു ആണ്. ആക്ച്വലി മെനുവിൽ കുറേ ഡിഷസ് വെക്കുന്നതും, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഒരു 10 ഐറ്റം ഉണ്ട് കടയിൽ, 10 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര സെയിൽ വരുന്നുണ്ട്. 5 ഐറ്റം ഉണ്ടെങ്കിൽ ഇത്ര സെയിൽ വരും. പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും 10 ഐറ്റത്തിലേക്ക് ആക്കുന്നത്? 5 ഐറ്റം വെച്ചാൽ പോലെ. സോ മിനിമൽ, അതായത് എത്ര മെനു നമുക്ക് കുറച്ച് വെക്കാൻ പറ്റുമോ, എത്ര ഓപ്പറേഷൻസ് നമുക്ക് അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ, അവിടെ ഇരിക്കും നമ്മുടെ പ്രോഫിറ്റ്. ഈ ഞാൻ 2-3 റെസ്റ്റോറൻറ്റ്സിനെ ആക്ടിവിറ്റി കൺസൾട്ട് ചെയ്തതാണ്. ഈ പല ഫൈനാൻഷ്യലായിട്ടുള്ള, അതായത് ഫിനാൻഷ്യൽ ക്ലാരിറ്റി ഇല്ലാത്തത് ഒരു പ്രോബ്ലമാണ്. ഏറ്റവും കൂടുതൽ തുടങ്ങുന്നതും ക്ലോസ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ബിസിനസ്സുകളാണ്. അപ്പോൾ ഇനീഷ്യലി കോസ്റ്റിങ്ങിനെ പറ്റിയും ബേസിക് പ്രോഫിറ്റബിലിറ്റിനെ പറ്റിയും ഈ ബേസിക് വേസ്റ്റേജിനെ പറ്റിയും ഫൗണ്ടേഴ്സിന് ക്ലാരിറ്റി ഇല്ലാത്തതൊരു പ്രോബ്ലമാണ്. കാരണം എന്ത് കൺസൾട്ടൻറ്റിനെ വെച്ചാലും അൾട്ടിമേറ്റ്ലി ആ ഫൗണ്ടർക്ക് ഡെഫിനറ്റായിട്ട് ഒരു ക്ലാരിറ്റി ഇതിന് വേണം. പുതുതായിട്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളുടെ അടുത്ത് 3 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം? നിസാറിൻ്റെ പെർസ്പെക്റ്റീവിലും എക്സ്പീരിയൻസിലും ഒന്നും പറയാമോ? എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം ഡിസിഷൻ എടുക്കുക, മറ്റുള്ള ആൾ പറയുന്നത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഓക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക, അത് സെക്കൻഡ് ഒപ്പീനിയൻ ഓവറായി ചെയ്യാതിരിക്കുക, ഫസ്റ്റ് തിങ്. പിന്നെ മനു ചോദിച്ചതിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റെസ്റ്റോറൻറ്റ്സിലേക്ക്
ഞാൻ ഫുഡ് കുക്ക് ചെയ്യും, എനിക്ക് നന്നായി ഭക്ഷണം കുക്ക് ചെയ്യാൻ അറിയാം എന്ന് വെച്ച് നമ്മൾ ചാടി വീഴരുത്. എന്തുണ്ടെങ്കിലും നമ്മളത് കൺസൾട്ട് ചെയ്ത് അതിനൊരു നമ്മൾ സ്കൂളിൽ പൈസ കൊടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അത് ഓക്കെയാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബിസിനസ് ചെയ്യണം, പെട്ടെന്ന് ജോലി ചെയ്യണം, ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഇടാം. നമ്മൾ ഇൻഫർമേഷൻ സീക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പഠിക്കുന്നതിന് ഒരു തെറ്റുമില്ല. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് വേറെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യരുത്. ഫ്രം സ്ക്രാച്ച് തുടങ്ങി നമുക്കെല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ഒരാളടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഫസ്റ്റ് ഒരു അഡ്വൈസ്. ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട്, കാരണം നമുക്ക് ഈസി ആയിട്ട് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും, സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പല കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് സ്ട്രാറ്റജിയാണ് നിസാർ അതിൽ ഉപയോഗിച്ചത്? അതുപോലെ ഇൻവെസ്റ്റർ നമ്മൾ അങ്ങോട്ട് തേടി ചെല്ലായിരുന്നു, അത് ഇൻവെസ്റ്റേഴ്സ് നമ്മളിലേക്ക് വരുന്ന ലെവലിലേക്ക് സിസ്റ്റം ബിൽഡപ്പ് ചെയ്യാണോ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് തിങ് എനിക്ക് പറയണത്, എനിക്കൊരു ലക്കാണ് ഞാൻ അന്ന് പറഞ്ഞത്. എനിക്ക് ഒരു ലക്കുണ്ട് ഈ ബിസിനസ്സിനകത്ത്. എന്തോ സംഭവം ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വന്നതാണ് ആക്ച്വലി. കാരണം ഈ ബിസിനസ് ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ബിസിനസ് ആൾക്കാർ ആ ഒരു ബ്രാൻഡിങ് അവർ മനസ്സിലാക്കി എന്നെ അപ്രോച്ച് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ആകെ ഒരു പോസ്റ്റിലുണ്ട് അവസ്ഥയെ വന്നിട്ടുള്ളൂ, ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ സീക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതിന് മുന്നേ ഓൾറെഡി കുറേ പേര് എൻക്വയറി ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഇട്ടപാടെ ഞാൻ ഫിൽറ്റർ ചെയ്ത് കുറേ വന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നിയ ആൾക്കാരെ മാത്രമാണ് ഞാൻ എൻ്റെ കൂടെ നിർത്തിയിട്ടുള്ളത്. സോ അത് എൻ്റെ ലക്കാണ് ആക്ച്വലി. എല്ലാവർക്കും ആവണമെന്നില്ല, എനിക്ക് നെക്സ്റ്റ് ടൈം വരുന്നൊന്നുമില്ല. എനിക്കിപ്പോൾ അത് സംഭവം എനിക്കത് കിട്ടി. പലപ്പോഴും ഇൻവെസ്റ്റർക്കുള്ള എക്സിറ്റ് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും പ്രോബ്ലം. പിന്നെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനും പാടുള്ളൂ അല്ലേ. എന്തിനാണ് ആ ഫണ്ട് വേണ്ടത്? കാരണം അനാവശ്യമായി ഫണ്ട് എടുക്കുന്നതും നമുക്ക് പ്രശ്നമായിട്ട് വരും. അൾട്ടിമേറ്റ്ലി പല പ്രോബ്ലംസ് നമ്മൾ കണ്ടേക്കുന്നത് ഈ ഇൻവെസ്റ്റേഴ്സും പാർട്ട്നേഴ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് പൈസ മാത്രം തരുന്ന ഒരാളും പാർട്ട്ണറായി തരുന്ന ഒരാളും. ഓപ്പറേഷൻ ഇൻവോൾവ്മെൻറ്റ് നമ്മളിലേക്ക് വരികയും നമ്മുടെ ഓപ്പറേഷനെ ചോദ്യം ചെയ്യുകയും ചെയ്താലും നമുക്കൊരു പ്രോബ്ലമാണ് ആസ് എ ഫൗണ്ടർ അല്ലേ. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. നിസാറിൻ്റെ സ്റ്റോറി നേരത്തെ അറിയാവുന്നപ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞൊരു പോയിന്റ്, ബർഗർ ഞങ്ങൾക്കറിയാം, ആ സിസ്റ്റം നമുക്കറിയാം, ആ ഒരു ബ്രാൻഡ് എക്വിറ്റി. അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു ഫണ്ട് നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ കൃത്യമായി അത് ചെയ്യുമോ എന്നൊരു ട്രസ്റ്റാണ് ഇൻവെസ്റ്റർ നമുക്ക് നോക്കാം അല്ലേ. ആ ഒരു മാർക്കറ്റ് ഉണ്ടോ, ഡെഫിനറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ ടീമുണ്ടോ, നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടോ, അത് എന്നോട് എൻ്റെ ഫീഡ്ബാക്ക് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഞാനും പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ പറയുന്ന ഒരു ബ്രാൻഡ് എക്വിറ്റി വേണം, ടീം വേണം, കൃത്യമായൊരു സിസ്റ്റം നമുക്കുണ്ടെങ്കിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അൾട്ടിമേറ്റ് തിങ് ട്രസ്റ്റാണ്. അതായത് ഇന്ന വ്യക്തി ഇന്നത് ചെയ്തോളും, വി ക്യാൻ പുൾ ഓഫ് ദാറ്റ് തിങ്. കറക്റ്റ്. കാരണം അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ലൈഫ് ടൈം ചിലർക്ക് വേണ്ടി വരും, ചിലർക്ക് അവരുടെ ലൈഫിൻ്റെ എക്സാമ്പിളായി കാണിക്കേണ്ടി വരും. സോ എനിക്ക് തോന്നി എന്നുള്ള ട്രസ്റ്റ് ആണ് ഒരു പക്ഷേ അത് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഗ്രോത്ത് പ്ലാനെ പറ്റി പറയാം. നമ്മൾ കൊടുങ്ങല്ലൂർ സ്റ്റാർട്ട് ചെയ്തു, കൊച്ചിയിൽ വന്നു, ഇനിയിപ്പോൾ അടുത്തത് എവിടെയാണ് ശരിക്കും അതിലേക്കുള്ള സ്ട്രക്ചറിങ്ങിനെ പറ്റി ഇപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പായിട്ട് തുടങ്ങി എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഫസ്റ്റ് പറയുകയാണെങ്കിൽ ആക്ച്വലി കൊടുങ്ങല്ലൂർ ഔട്ട്ലെറ്റും കൊച്ചി ഔട്ട്ലെറ്റും ലൈക്ക് രണ്ട് പാർട്ണർഷിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളത് എക്സ്പാൻഷനെ പറ്റി ചിന്തിച്ചപ്പോൾ ഇത് എങ്ങനെ അതായിരുന്നു ആദ്യത്തെ പ്രോബ്ലം. നമുക്ക് ഇൻവെസ്റ്റ് ഓഫീസറൊക്കെ ചെയ്യാം, പക്ഷെ അതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഫാക്ടർ ഒരു സൊല്യൂഷൻ മഞ്ജുവിനെ കണ്ടപ്പോഴാണ് ആക്ച്വലി എനിക്ക് ആ സൊല്യൂഷൻ ആയത്. കാരണം അതിൽ നിന്ന് ഈ രണ്ട് കമ്പനി നമ്മൾ ടേക്ക് ഓവർ ചെയ്തു, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് സ്റ്റാർട്ടാക്കി. സോ നെക്സ്റ്റ് നമ്മൾ തൃശ്ശൂരാണ് ഔട്ട്ലെറ്റ് വരുന്നത്. തൃശ്ശൂർ ഔട്ട്ലെറ്റും ലൈക്ക് മനു പറഞ്ഞ പോലെ തന്നെ നമ്മൾ സബ്സിഡറി കമ്പനി പോലെ സ്റ്റാർട്ട് ചെയ്തു, അത് ഇൻവെസ്റ്റേഴ്സിനെ എടുത്തു നമ്മൾ ചെയ്തു. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ആക്സസ് ഇല്ല നമ്മുടെ നാട്ടിലാൾക്കാർക്ക്, ഇൻഫോർമേഷൻ ഇല്ല. അതിന് കുറേ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ കുറേ രീതിയിൽ തന്നെ. സോ അതിനൊരു ഗൈഡൻസ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൾക്കാർക്ക്. അതായത് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രാൻഡ് സ്ട്രക്ചറിങ് എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ഫൗണ്ടേഴ്സിൻ്റെ റോൾ എന്താണ്, പാർട്ട്നേഴ്സിൻ്റെ റോൾ എന്താണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ റോൾ എന്താണ്. സോ ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തുള്ള ഒരു കിടിലൻ സ്ട്രക്ചറിങ് ശരിക്കും വേണം, എന്നാലേ ഇതൊക്കെ നല്ല രീതിയിൽ നടന്നു പോവുള്ളൂ. അപ്പോൾ അത് എനിക്ക് ഒബ്വിയസ്ലി മനുവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അതിനെപ്പറ്റി ഒരു ഐഡിയ, മനുവിൻ്റെ അഡ്വൈസ് ഉണ്ട്. ഞാൻ പല സംശയങ്ങളും ഇപ്പോൾ നമുക്ക് ഒത്തിരി കൊല്ലങ്ങളായിട്ടുള്ളൊരു ബന്ധം വെച്ച് നമ്മളത് സോർട്ട് ചെയ്ത് മനുത്രമാണ്. സോ അതൊരു ബർഗറുടെ ഒരു വലിയൊരു എന്താ പറയുക വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഇനി നെക്സ്റ്റ് ഫേസ്, കാരണം നമുക്കൊരു ചലഞ്ച് ഉള്ളത് മൾട്ടിപ്പിൾ സബ്സിഡറീസ് വന്നാലും ഭാവിയിൽ ലിസ്റ്റിക്കൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫ്രാഞ്ചൈസി മോഡലിനെ സിസ്റ്റം ഉണ്ട്, എല്ലാ ലീഗാലിറ്റീസ് എല്ലാം കറക്റ്റാണ്, ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ട്. കാരണം ബ്രാൻഡ് ഇക്വിറ്റി പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡ് അനൗൺസ് ചെയ്താൽ മിനിമം അഷ്യൂർഡ് ആയിട്ടുള്ള കസ്റ്റമർ അവിടെ വരും. അതാണ് ഫ്രാഞ്ചൈസിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഷുറൻസ് അല്ലേ. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി പോളിസി അല്ലെങ്കിൽ ഒരു ബർഗറുടെ ഫ്രാഞ്ചൈസി
ഒരു പോളിസിയുടെ വിഷൻ അല്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസിയോടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് നിസാറിന് ഭാവിയിൽ? അതായത് ഒരു മല കയറുന്ന പോലെ ആക്ച്വലി ഇതിനകത്ത് നമ്മൾക്ക് വൺസ് ആ മല കയറി നമ്മൾ ക്ലൈംബ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മുകളിലേക്ക് കയറിയേ പറ്റും. താഴത്തേക്ക് നോക്കുമ്പോൾ അത്രയും ഹൈറ്റിലേക്ക് അതിന് താഴ്ചയുണ്ട്, വീഴ്ചയുണ്ട്. സോ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എല്ലാം നമ്മുടെ പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് വേറെ ആൾക്കാരുടെ സഹായം വേണം. സോ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ എൻ്റെ ഇത്ര ആളുടെ എക്സ്പീരിയൻസ് ഫ്രാഞ്ചൈസി തന്നെയാണ്. സോ ഫ്രാഞ്ചൈസി കൂടെ നമുക്ക് നമ്മുടെ ബ്രാൻഡ് സ്ഥലത്തേക്ക് എത്തിക്കാം, നമ്മുടെ ബ്രാൻഡ് എക്വിറ്റി കൂട്ടാം. സോ ബെറ്റർ ഫോക്കും, അതായത് ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. നമ്മൾ ഈ ചായ്വാല, ടീ ഷോപ്സ് അല്ലെങ്കിൽ മിനി കിയോസ്കുകൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ബർഗറിയുടെ നെക്സ്റ്റ് ഒരു 5 ഇയർ വിഷനിൽ ഇതേ മോഡൽ തന്നെയാണോ, എന്തെങ്കിലും വേറൊരു വിഷൻ നിങ്ങൾക്ക് ഇതിനോട് ചേർന്ന് സ്കെയിലബിലിറ്റിയിലുണ്ട്? യെസ്, ബർഗറിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്ക് ബർഗറിയുടെ ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ഞങ്ങൾ B2B ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു എക്സ്പ്രസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ലൈക്ക് കൈൻഡ് ഓഫ് ലിമിറ്റഡ് ബർഗേഴ്സ് വെച്ചിട്ട് ചെറിയൊരു സാധനം ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ബ്രെഡുകളാണ്. ഞങ്ങളുടെ ബ്രെഡിനെ പറ്റി എല്ലാവരും സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്കതും ഞങ്ങളുടെ കൂടെ നല്ലൊരു വിഷനാണ് ആക്ച്വലി ബർഗറിയുടെ ബേസ് ചെയ്തൊരു ബ്രെഡ്. അതായത് ഇവിടെ ഒരിക്കലും ബ്രിയോഷ് പൊട്ട് ഈ ബണ്ണിനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല, ബ്രെഡിനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. എല്ലാവരും ബ്രെഡ് ഇവിടെ അറിയാവുന്ന വീറ്റ് ബ്രെഡ്, ലൈക്ക് നോർമൽ മിൽക്ക് ബ്രെഡ് എന്നാണ്. നമുക്ക് ഇതിന് തന്നെ ഒരു വലിയൊരു ബേക്കറിയെ സംബന്ധിച്ചൊരു വലിയൊരു സംഭവം തന്നെയുണ്ട്. അത് ബർഗറിന് റൂട്ട് ആയിട്ട് ബർഗറി തന്നെ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഈ ഒരു 3-4 വർഷത്തെ ജേണിയിൽ നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് എന്താണ്? അതിനെങ്ങനെയാണ് ശരിക്കും ഓവർകം ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ? കുറേ പ്രീവിയസ് ഇൻ്റർവ്യൂസിൽ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മൾ വീഴാണ്ട് പഠിക്കില്ല. നടക്കുമ്പോൾ നമ്മൾ പണ്ട് ചെറിയ നടന്നു പോകുമ്പോൾ വീഴുമ്പോൾ നമുക്ക് മനസ്സിലാവും വേദനിക്കും. സോ വീഴാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ വീഴാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. നമുക്ക് ആ ഒരു മിസ്റ്റേക്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. മിസ്റ്റേക്സ് ഇല്ലാതെ ഒരിക്കലും ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന അറിവുകൾ മുഴുവനും മിസ്റ്റേക്സ് കിട്ടിയിട്ടുള്ളതാണ്. മിസ്റ്റേക്സ് ഇല്ലെങ്കിൽ നമ്മൾ നടത്തില്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. മിസ്റ്റേക്സ് ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കാര്യം സ്മൂത്തായി പോകുമ്പോൾ ഇത് ശരിയല്ല, എന്തോ പ്രശ്നമുണ്ട്. കാരണം അതിൽ പ്രശ്നമില്ല. ആ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെ അത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്തവരൊക്കെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഫൈനലി നമ്മൾ USP എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കാരണം മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകം നമ്മൾ USP എന്ന് പറയും, യൂണിക് വാല്യൂ പ്രപ്പോസിഷൻ എന്നൊക്കെ പറയുന്ന പോയിന്റിൽ ബർഗറിയുടെ USP എന്താണ്? ഇത് ഗ്ലോബൽ ബർഗർ ജോയിൻ്റ് ആണ്. അണ്ടർ വൺ റൂഫ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ലോകത്തെ എല്ലാ സ്റ്റൈൽ ബർഗേഴ്സും ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതർ തിങ് എല്ലാവരും ഇപ്പോൾ നല്ല പണ്ട് ഇപ്പോൾ ഇത്തിരി കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവരും ഭയങ്കര ഹെൽത്ത് ലൈക്ക് ഒരു ഹെൽത്തി ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അവർ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ ഫുഡ് 100% ഓർഗാനിക്കാണ്. സാധാരണ പറയുന്ന പോലെയല്ല, എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, എല്ലാം ഇൻ ഹൗസ് ഉണ്ടാക്കുന്നതാണ്, ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. സോ അങ്ങനെ ചെയ്യുന്ന ബ്രാൻഡുകൾ വളരെ ലിമിറ്റഡ് ആണ് ഇവിടെ. സോ അതാണ് നമ്മുടെ USP എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു നിസാർ ഫോർ ഒരു വാല്യുബിൾ ടൈം ഫോർ അവർ ടോക്ക് ഷോ. എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പേഴ്സണലി പറയാനുണ്ട്. ആക്ച്വലി ഞാനൊരു ഫുഡി ആയിട്ടുള്ളൊരു പേഴ്സണാണ്. കാരണം ബർഗേഴ്സ് ഒന്നും എനിക്ക് അത്ര വലിയ ക്രേസുള്ള ആളൊന്നുമല്ല. ഞാൻ കുറച്ചും കൂടി ബിരിയാണി, നാടൻ ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മാക്ഡിയുടെ ഒരു ഫാനാണ്. പക്ഷേ ഇവിടെ വന്ന് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡിഫറൻസ് ഫീൽ ചെയ്തു. നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതിന് എവിടെ വേണമെന്നല്ല, ആക്ച്വലി കൊടുങ്ങല്ലൂർ ബൈപ്പാസിലുണ്ട്, കൊച്ചിയിൽ കടവന്തര വരാം. ഇനിയിപ്പോൾ ജനുവരിയോട് കൂടിയിട്ട് തൃശ്ശൂർ കൊക്കാലയിലും ഇവരുടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്കും ബർഗറി ഫാമിലിയുടെ ഭാഗമാവണമെങ്കിൽ ഫ്യൂച്ചറിൽ ഡെഫിനറ്റായിട്ടും ഒരു പ്രൊഫഷണൽ ഫ്രാഞ്ചൈസി പോളിസിയും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡു കം ടു ബർഗറി, എൻജോയ് യുവർ ഫുഡ്. എന്തായാലും ഫീഡ്ബാക്ക്സ് നിങ്ങൾ പറയണം. കാരണം നമ്മൾ പറയുന്ന പോസിറ്റീവ് നെഗറ്റീവ്സാണ് ഓരോ ഓണ്ടർപ്രണർക്കും വളരാനും അതുപോലെ മോഡിഫൈ ചെയ്യാനും പറ്റുക. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കമൻറ്റ് പറയാം. എനിവേ താങ്ക് യു സോ മച്ച്.